പ്രിയപ്പെട്ടവരെ, ഒരു നൈറ്റ് വിജിൽ കഴിയുന്ന അന്ന് മുതൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, അടുത്ത നൈറ്റ് വിജിലിന് പറയുവാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് എന്തെങ്കിലും തരണമേ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നിനും എനിക്കൊരു വ്യക്തത കിട്ടിയില്ല. പക്ഷെ ഇന്നലെ രാത്രി ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു വചനം കിട്ടി. അതിതാണ് യെശയ്യാ 53:5. യെശയ്യാ 53:5. വചനം ഇങ്ങനെയാണ്: അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു. യേശുവിൻ്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യം പ്രാപിച്ചു. പീഡാസഹന വേളയിൽ മരണം വരെയുള്ള സമയത്ത് ഈശോ വളരെയധികം ക്ഷതങ്ങൾ ഏറ്റുവാങ്ങി. ആ ക്ഷതങ്ങളെല്ലാം നമുക്ക് സൗഖ്യത്തിന് കാരണമായി തീർന്നുവെന്ന് യേശു വചനം നമ്മളോട് പറയുക. അത് അനേക വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചതാ. അവൻ സഹിക്കുന്നതിന് മുമ്പ്, അവൻ ക്ഷതമേക്കുന്നതിന് മുമ്പ്, അവൻ മരിക്കുന്നതിന് മുമ്പ്, അവൻ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ്, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് എഴുതി വെച്ചതാ. അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു. ഇപ്പം ഞാൻ ആലോചിച്ചത്, നമ്മുടെ ഏറ്റവും വലിയ ക്ഷതം എന്താ? നമുക്ക് ഏറ്റവും കൂടുതൽ സൗഖ്യം വേണ്ട മേഖല അതാണ്. അതൊരു പക്ഷേ നിങ്ങളാരും വിചാരിക്കുന്ന ഒരു കാര്യമല്ല. അത് പാപമാണ്. നമുക്കേറ്റ ഏറ്റവും വലിയ ക്ഷതം, മുറിവ് നമ്മുടെ പാപങ്ങളാണ്. അപ്പം പാപത്തിൻ്റെ ക്ഷതങ്ങളിൽ നിന്ന് നമുക്ക് സൗഖ്യം വേണം. പിന്നെ നമുക്കുണ്ടായ മറ്റെല്ലാ ക്ഷതങ്ങളും മുറിവുകളും പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ലോകത്തിൽ സഹനമില്ലായിരുന്നു, ക്ഷതമില്ലായിരുന്നു, മുറിവില്ലായിരുന്നു, വേദനയില്ലായിരുന്നു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മുതലാണ് മറ്റ് ക്ഷതങ്ങളെല്ലാം, മുറിവുകളെല്ലാം ഉണ്ടാകാൻ തുടങ്ങിയത്. നിരാശ ഒരു മുറിവാണ്, സങ്കടം ഒരു മുറിവാണ്, പക ഒരു മുറിവാണ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു മുറിവാണ്, പാപം മുറിവാണ്, ദുശ്ശീലങ്ങൾ മുറിവാണ്, തർക്കദോഷങ്ങൾ മുറിവാണ്. അങ്ങനെ ഒരുപാട് മുറിവുകൾ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ആത്മാവിലും ഏറ്റവരാണ് നമ്മൾ. ഈ ക്ഷതങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ മുറിവുകളുടെ യോഗ്യതയാൽ നമുക്ക് സൗഖ്യം കിട്ടുമെന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. കർത്താവിൻ്റെ മുറിവുകളുടെ യോഗ്യതയാൽ നമുക്ക് നമ്മുടെ മുറിവുകളിൽ നിന്ന് സൗഖ്യം കിട്ടും. അപ്പം നമ്മൾ അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ മുറിവുകളുടെ യോഗ്യതയാൽ നമുക്ക് സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പം ആദ്യം നമുക്കൊരു ഗൃഹപാഠം ചെയ്യാം. അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. കടലാസും പേനയും ഒന്നും വേണ്ട, മനക്കണക്ക. ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്ക് സൗഖ്യം കിട്ടേണ്ട എന്നിലുള്ള പ്രധാന മുറിവുകൾ ഏതൊക്കെയാണ്? ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഓരോരുത്തർക്കും ആലോചിക്കാം. പലർക്കും അത് വ്യത്യസ്തമായിരിക്കും. മുറിവുകളുടെ എണ്ണത്തിൽ വ്യത്യാസം കാണും, മുറിവുകളുടെ ഇനത്തിൽ വ്യത്യാസം കാണും, മുറിവുകളുടെ പഴക്കത്തിൽ വ്യത്യാസം കാണും, മുറിവുകളുടെ ആഴത്തിൽ വ്യത്യാസം കാണും. പക്ഷേ മുറിവുകൾ ഉണ്ട്. 2 മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ പറ്റുമല്ലോ അല്ലേ? പറ്റുമോ? ഒന്ന് കണ്ണടച്ചിരിക്കുക എല്ലാവരും. ഞാൻ പറയുന്നിടം വരെ ഒന്ന് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കുക. അത് ഈ വചനം ഒന്ന് മനസ്സിൽ പതിപ്പിക്കുക. യെശയ്യാ 53:5. അവൻ്റെ ക്ഷതങ്ങളാൽ നമുക്ക് നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു. എന്ന് ആവർത്തിക്കാമോ? അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ആ വചനം മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് എനിക്ക് സൗഖ്യം വേണ്ട ക്ഷതമേറ്റ മേഖലകൾ ഏതൊക്കെയാണ്, വിഷയങ്ങൾ ഏതൊക്കെയാണ്, കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പെട്ടെന്നൊരു ആത്മപരിശോധന നടത്തുക.
ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. ഉദാഹരണത്തിന് പാപത്തിൻ്റെ മുറിവുണ്ടെന്ന് നമുക്കറിയാം. സൗഖ്യം വേണം. ഈശോയുടെ മുറിവിനാൽ നമുക്ക് സൗഖ്യം കിട്ടും. പാപവാസനകൾ, ദുശ്ശീലങ്ങൾ, തഴകദോഷങ്ങൾ മുറിവുകൾ. ഈശോയുടെ മുറിവിൻ്റെ യോഗ്യതയാൽ നമുക്ക് സൗഖ്യം കിട്ടും. നിരാശ ഒരു മുറിവാണ്. ഈശോയുടെ മുറിവുകളുടെ യോഗ്യതയാൽ സൗഖ്യമുണ്ട്. സങ്കടം ഒരു മുറിവാണ്. ഈശോയുടെ മുറിവുകളുടെ യോഗ്യതയാൽ സൗഖ്യമുണ്ട്. വെറുപ്പ് ഒരു മുറിവാണ്. ഈശോയുടെ മുറിവുകളുടെ യോഗ്യതയാൽ സൗഖ്യമുണ്ട്. നിസ്സംഗത ഒരു മുറിവാണ്. എന്ന് വെച്ചാൽ ഒന്നിനോടും താല്പര്യമില്ല, ആരോടും സഹകരിക്കില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ആ ഒരു നിസ്സഹായ അവസ്ഥ, അഥവാ ഒരു ഇൻഡിഫറൻസ് എന്ന് നമ്മൾ പറയുന്ന നിസ്സംഗത ഒരു മുറിവ്. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ മുറിവുകളുടെ നാമത്തിൽ യോഗ്യതയാൽ സൗഖ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് സൗഖ്യം വേണ്ട, എന്നിലുള്ള മുറിവുകൾ ഏതൊക്കെയാണ്? ഈശോയുടെ മുമ്പിൽ എനിക്ക് സമർപ്പിക്കാനുള്ള എൻ്റെ മുറിവുകൾ ഏതൊക്കെയാണ്? ആ മുറിവുകളിൽ ചിലത് ആത്മാവിലാണ്, ചിലത് മനസ്സിലാണ്, ചിലത് ശരീരത്തിലാണ്. ഉദാഹരണം രോഗങ്ങൾ, തളർച്ച, ക്ഷീണം, അവശത. ചിലത് ബുദ്ധിയിലാണ്, തെറ്റിദ്ധാരണ, മുൻവിധി, വിശ്വാസക്കുറവ്. ചിലപ്പോൾ ആത്മഹത്യാ പ്രവണതയായിരിക്കും. ചിലപ്പോൾ അത് ലഹരി വസ്തുക്കളോടുള്ള അമിതമായ ആസക്തിയായിരിക്കും. ചിലപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാനുള്ള മടിയായിരിക്കും. ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും അറിയത്തുള്ളൂ നമ്മളിലുള്ള മുറിവ് ഏതാണെന്ന്. വാഗ്ദാനം ഓർക്കുക, അവൻ്റെ മുറിവുകളുടെ യോഗ്യതയാൽ അഥവാ അവൻ്റെ ക്ഷതത്താൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. അവൻ്റെ ക്ഷതത്തിൻ്റെ യോഗ്യതയാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് വിശുദ്ധ കുർബാന വൈകിട്ട് ഇവിടെ ഈ ചാപ്പലിൽ അർപ്പിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ, ഇന്ന് ഇവിടെ പ്രാർത്ഥന നയിക്കാൻ എന്തെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദർശനം പോലെ ഒന്ന് കാണുകയാണ്. എന്നാണെന്നറിയാമോ? ഒരുപാട് മനുഷ്യർ ഇങ്ങനെ കൂടിയിരിക്കുന്നു. ലോകത്തിലുള്ള സർവ്വ മനുഷ്യരൊന്ന് വിചാരിച്ചു കൂടിയിരിക്കുന്നു. പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഉദ്ധിതനായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു നിമിഷം കൊണ്ട് ആകാശത്ത് നിന്ന് ഇറങ്ങി വരിക യേശുക്രിസ്തു. ഉദ്ധിതനായ മഹത്വപൂർണ്ണ യേശുക്രിസ്തു ഇറങ്ങി വരിക. ആ രംഗം കാണുമ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഒന്ന് പകച്ചു പോകും. ദൈവമേ, എന്താണ് ഈ സംഭവം? ഒന്ന് പകച്ചു പോകും. ഒരു ഏതാനും സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയും, ഇത് യേശുക്രിസ്തുവാണ്, അവൻ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ പകച്ചിൽ അങ്ങോട്ട് മാറി നമ്മൾ പെട്ടെന്ന് ഒരു ആരവമുണ്ടാക്കും. ഉണ്ടാക്കുന്ന ആരവമല്ല, സ്വയം ഉണ്ടാകുന്ന ഒരാരവം. അതെന്താണ്? എല്ലാവരും അവൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക, അവനെ സ്തുതിക്കും. ഇതാണ് സംഭവിക്കുക. ഇതാണ് ഞാൻ കണ്ട രംഗം. അപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പെട്ടെന്ന് ഈ ജനക്കൂട്ടത്തെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നു. ഒരു നിമിഷം ഞാനും അവിടെയുള്ള എല്ലാ മനുഷ്യരും പകയ്ക്കുന്നു. ആ ആൾക്കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരുമുണ്ട്, ഞാനുമുണ്ട്. ഒരു നിമിഷം നമ്മളെല്ലാവരും പകച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ശാന്തത വീണ്ടെടുത്തു, ഒരു പ്രായോഗിക ബുദ്ധിയിലേക്ക് വന്നു. പിന്നെ ആരും ഒരു മൈക്ക് അനൗൺസ്മെൻറ്റും ഒന്നും നടത്തുന്നില്ല. എല്ലാവരുടെ കരമുയർത്തി അങ്ങോട്ട് സ്തുതിക്കുകയാണ്. നിർത്താത്ത ആരവം, നിർത്താത്ത സ്തുതിപ്പ്. ആ ആരവത്തിൻ്റെയും സ്തുതിപ്പിൻ്റെയും സമയത്ത് അവൻ്റെ മുറിവുകളുടെ യോഗ്യതയാൽ നമുക്ക് സൗഖ്യമുണ്ടാവുകയാണ്. നമ്മുടെ രോഗങ്ങൾ നമ്മളെ വിട്ടുപോവുകയാണ്. നമ്മുടെ ഹൃദയഭാരങ്ങൾ നമ്മളെ മാറിപ്പോവുകയാണ്. അസ്വസ്ഥതകൾ നീങ്ങിപ്പോവുകയാണ്. പല ബന്ധനങ്ങളും അഴിയുകയാണ്. പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുകയാണ്. അപ്പം അവൻ്റെ തേജപൂർണമായ രൂപത്തിൻ്റെ മുമ്പിൽ
എല്ലാം മറന്നങ്ങ് സ്തുതിക്കുമ്പോൾ അവൻ്റെ മുറിവുകളുടെ യോഗ്യതയാൽ സൗഖ്യങ്ങൾ ഉണ്ടാവുകയാണ്. അതാണ് ഞാൻ കണ്ട കാര്യം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആരെയും നോക്കണ്ട. ഈ നമ്മളിതുവരെ ഉണ്ടാക്കിയെടുത്ത മാനസിക ആത്മീയ അവസ്ഥ മാറ്റിക്കളയരുത്. ഉദ്ധിതനായ ഈശോ നമ്മുടെ മുമ്പിലേക്ക് ഒരു നിമിഷം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് നമുക്കൊന്ന് വിശ്വാസത്തിൽ കാണാം, അഥവാ ഭാവനയെ കാണാം. ഞാൻ ചില വാട്സപ്പ് കണ്ടിട്ടുണ്ട് സന്ദേശത്തിലൂടെ. ഈശോ ആകാശത്തിലൂടെ മേഘങ്ങൾക്കിടയിലൂടെ ഒരു കുതിരപ്പുറത്ത് എങ്ങനെ പോകുന്നു. ഇത് കാണുമ്പോൾ താഴെ നിൽക്കുന്ന ആളുകൾ ആദ്യം ഒന്ന് ഞെട്ടുന്നു, ഒന്ന് അമ്പരക്കുന്നു. പിന്നീട് അവർ യേശുക്രിസ്തു വന്ന് തിരിച്ചറിഞ്ഞ് അവരവിടെ കിടന്ന് ഭയങ്കര പ്രാർത്ഥന സ്തുതിപ്പാണ്. അത് വ്യാജമായിട്ടൊക്കെ ഉണ്ടാക്കിയ സാധനമായിരിക്കും. പക്ഷെ ആ ബന്ധം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഈശോയെ കാണുമ്പോൾ, ഉദ്ധിതനായ ഈശോയെ കാണുമ്പോൾ, ഈശോ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കും. ആ സമയത്ത് നമുക്ക് വിടുതലുകൾ ഉണ്ടാകുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, കെട്ടുകൾ പൊട്ടിപ്പോകുന്നു, ദുശീലങ്ങൾ വിട്ടുപോകുന്നു, തഴക്കദോഷങ്ങൾ വിട്ടുപോകുന്നു, മനസ്സിൻ്റെ ഭാരങ്ങൾ മാറിപ്പോകുന്നു. മനസ്സിലൊരു സന്തോഷം എന്ന് പറയുന്നു, ദൈവം തരുന്ന ഒരു സന്തോഷം. ഇവിടെ നിങ്ങൾ മുമ്പേ മനസ്സിൽ കണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, കുറേ ക്ഷതങ്ങളുണ്ടല്ലോ, കുറേ മുറിവുകളുണ്ടല്ലോ, വിട്ടുപോകേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, കിട്ടേണ്ടെന്ന് ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം ഒരിക്കൽ കൂടി മനസ്സ് സങ്കല്പിച്ചിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കണം. അത് വെറുമൊരു സ്തുതിപ്പല്ല. യേശുക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെ സ്തുതിക്കുമോ അതുപോലത്തെ ഒരു സ്തുതിപ്പ്. അത് നിർത്തരുത്. ഒരു 4-5 മിനിറ്റ് ആ സ്തുതിപ്പ് നമ്മൾ തുടരണം. ആ സമയത്ത് ഞാനിവിടെ നിന്നും പ്രാർത്ഥിക്കും. എൻ്റെ അവസാനം നിങ്ങളുടെ മേൽ വിശുദ്ധ ജലം തളിക്കും. ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരണം. ഈശോയുടെ മുറിവിൻ്റെ യോഗ്യതകളാൽ, അഥവാ മുറിവുകളുടെ യോഗ്യതയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം, സൗഖ്യങ്ങൾ നടക്കണം, വിടുതലുണ്ടാകണം. നമ്മുടെ മുറിവുകൾക്ക് സൗഖ്യമുണ്ടാകണം. ഒരു വലിയ നിയോഗം വരച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. എല്ലാവരും കരമുയർത്തി ഞാൻ പറഞ്ഞല്ലോ, ഈശോ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ എങ്ങനെ സ്തുതിക്കുമോ അതുപോലത്തെ സ്തുതിപ്പ് തുടങ്ങാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഉദ്ധിതനായ കർത്താവേ, മഹത്വത്തിൻ്റെ രാജാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മഹത്വത്തിൽ സുവാസിലിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സകല മലാഖമാരുടെയും വിശുദ്ധരുടെയും സ്തുതി കീർത്തനങ്ങളോടുകൂടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരെയും അങ്ങയോട് സ്തുതിക്കുന്ന സ്തുതിപ്പുകളോട് ചേർന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും കഴിഞ്ഞ ശേഷമാണല്ലോ അവിടെ നീ മഹത്വം വീണ്ടെടുത്തത്. അവിടെ രക്ഷകനായത്, വിമോചകനായത്, വിജയശ്രീലാലതായത്. കർത്താവേ, അവിടുത്തെ മുറിവുകളാൽ അവിടെ എല്ലാവരുടെയും മുറിവുകളെ സുഖപ്പെടുന്നു, പാപങ്ങളെ സുഖപ്പെടുന്നു, ദുശ്ശീലങ്ങളെ സുഖപ്പെടുത്തുന്നു, പഴക്കദോഷങ്ങളെ മാറ്റിക്കളയുന്നു, നിരാശ എടുത്തു മാറ്റുന്നു, സങ്കടം എടുത്തു മാറ്റുന്നു, വെറുപ്പെടുത്തു മാറ്റുന്നു, നിസ്സംഗത എടുത്തു മാറ്റുന്നു, എല്ലാ ദുശ്ശീലങ്ങളിലും മോചിപ്പിക്കുന്നു, പഴക്കദോഷങ്ങളും മോചിപ്പിക്കുന്നു, ആത്മീയ ഉണർവ് നൽകുന്നു, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു, പൈശാചിക ബന്ധനങ്ങളിൽ മോചിപ്പിക്കുന്നു. ഓ കർത്താവേ, സ്തുതി. നിന്റെ മുറിവുകളാൽ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ആത്മാവിനുമേറ്റ എല്ലാ മുറിവുകൾക്കും ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ എന്ന് നസറായനായ ഈശോയുടെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ മുറിവുകളുടെ യോഗ്യതയാൽ ഇവരുടെ മുറിവുകളെ ഉണക്കണമേ, ഇവരുടെ പാപങ്ങളെ മാറ്റണമേ, ദുശ്ശീലങ്ങൾ എടുത്തു മാറ്റണമേ, സഴക്കദോഷങ്ങൾ എടുത്തു മാറ്റണമേ, സങ്കടങ്ങൾ എടുത്തു മാറ്റണമേ, ശരീര രോഗങ്ങൾ എടുത്തു മാറ്റണമേ. കർത്താവ്, അനേകര് ശരീരത്തിൽ ക്ഷതമേറ്റവരാണ്, ശരീരത്തിൽ രോഗികളാണ്. കർത്താവ്, ഞാൻ തന്നെയും ശരീരത്തിൽ രോഗം വഹിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ശരീരത്തിലും കർത്താവ് രോഗമുണ്ട്. ഇവിടെയുള്ള എല്ലാവരുടെയും മേല് ശരീരത്തിലൊരു രോഗങ്ങളുണ്ട്. കർത്താവ്, അങ്ങനെയുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വളരെ പ്രത്യേകമായിട്ട് എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയും
ഈ സമയത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മുറിവുകളുടെ യോഗ്യതയാൽ എല്ലാ ക്യാൻസർ രോഗികൾക്കും സൗഖ്യമുണ്ടാകട്ടെ, മറ്റെല്ലാത്തരം രോഗികൾ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, ദൈവമേ നന്ദി. കുറെ കൂടെ ഉറക്കെ സ്തുതിക്കാം, നന്നായിട്ട് ഉറക്കെ സ്തുതിക്കാം, സ്വരമകൾ സ്തുതിക്കാം. എല്ലാവരുടെ ഹൃദയം തുറക്കട്ടെ, അതിരം തുറക്കട്ടെ, ശബ്ദം പുറത്തു വരട്ടെ. കർത്താവേ നന്ദി, ദൈവമേ നന്ദി. ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. നിങ്ങളെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയോ ഭവനത്തെയോ വസ്തുവകളെയൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ഞാനിപ്പോൾ പൗരോഗത്തെ അധികാരം ഉപയോഗിച്ച് ബന്ധിച്ച് ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് അയക്കുന്നു. തിന്മയുടെ സകല സ്വാധീനങ്ങളിൽ നിങ്ങൾ വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ട് ദുശീലങ്ങളിൽ നിന്ന്, തഴക്കദോഷങ്ങളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന്, ലഹരിയുടെ ആസക്തികളിൽ നിന്ന് നിങ്ങൾ വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. വെറുപ്പിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ, നിരാശയുടെ കെട്ടുകൾ പൊട്ടട്ടെ, സങ്കടത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ, സാമ്പത്തിക മേഖലയിലെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, പഠന മേഖലയിലെ ബന്ധനങ്ങൾ അഴിയട്ടെ, ആത്മീയ മേഖലയിലെ ബന്ധനങ്ങൾ അഴിയട്ടെ, ദമ്പതികൾ തമ്മിലുള്ള ഭിന്നതകൾ അഴിഞ്ഞു പോകട്ടെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലെ ഭിന്നതകൾ ഈശോയുടെ മുറിവുകളുടെ യോഗ്യതയാൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 രണ്ട് കരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും അതരം തുറന്ന് വിളിക്കുക, അതരം തുറന്ന് വിളിക്കുക. ഈശോ, ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, 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 കരമടിച്ച് ചേർന്ന് പാടാം. ശക്തമായി കരമടിച്ച് കരമൊന്നുയർത്തിയടിച്ച് പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. രോഗമെല്ലാം മാറിടട്ടെ, ആമേൻ. കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, വിശ്വാസത്തോടെ കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ.
യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ തിരുരക്തം. ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. രണ്ട് കരമുയർത്തി ഒരിക്കൽ കൂടി ഈശോയെ എന്ന് വിളിച്ച് ആരാധിക്കുക. എല്ലാവരും ചേർന്ന് ആരാധിക്കുക. യേശുവിന്റെ തിരുരക്തം, വിടുതലിന്റെ രക്തം, പാപവിമോചനത്തിന്റെ രക്തം, മുറിവുണക്കുന്ന രക്തം, നിന്നെ വീണ്ടെടുക്കുന്ന രക്തം, പെരുമഴ പോലെ യേശുവിന്റെ തിരുരക്തം കർത്താവേ ഞങ്ങളുടെ മേൽ അഭിഷേകമായി വ്യാപരിക്കട്ടെ. കെട്ടുകൾ അടിയട്ടെ, കെട്ടുകൾ അടിയട്ടെ, അന്ധകാരങ്ങൾ മാറിപ്പോട്ടെ. ദൈവത്തിന്റെ ജീവൻ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. രണ്ട് കരവന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കാം. വലിയ ആഗ്രഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്കിടയിലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, കുടുംബത്തിലേക്ക് കടന്നു വരും, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരും. വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കത് ലഭിക്കുക. കാരണം നല്ലവണ്ണം ഉയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുവാൻ യേശുവേ അങ്ങ് അഭിഷേകം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം ഉണ്ടാവട്ടെ കർത്താവേ. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടി തീവ്രമായി പ്രാർത്ഥിക്കാം, വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം, ശക്തമായി പ്രാർത്ഥിക്കാം, വലിയ ആഗ്രഹത്തോടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മുകളിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങി വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ ആത്മാവ് ഇവിടെ ചലിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാവരുടെ മേലും, കുടുംബങ്ങളുടെ മേൽ, എല്ലാ വ്യക്തികളുടെ മേൽ, പ്രശ്നങ്ങളുടെ മേൽ, തകർച്ചകളുടെ മേൽ, വീഴ്ചകളുടെ മേൽ, ബന്ധനങ്ങളുടെ മേൽ, സകല മേഖലകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച്, കണ്ണുകൾ അടച്ചു പിടിച്ച് ചൊല്ലി തരുന്ന പ്രാർത്ഥന നമുക്ക് എത്തിച്ചെല്ലാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ, എൻ്റെ മേൽ അയക്കണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ, എൻ്റെ സഹായകനായി എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എന്റെ ജീവിതത്തിന്റെ മേൽ ഭരണം ഏറ്റെടുക്കണമേ, ഭരണം ഏറ്റെടുക്കണമേ. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ, ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്താം, കരമുയർത്തി സ്വതന്ത്രമായി ആത്മാവിനോട് സഹകരിച്ച് നിന്നുകൊണ്ട് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാവേ വരണമേ, ശക്തമായി ആവസിക്കണമേ, ശക്തമായി ആവസിക്കണമേ. എന്നിൽ ആവസിക്കണമേ, എൻ്റെ കുടുംബത്തിൽ ആവസിക്കണമേ, എൻ്റെ രോഗപീഠകളിൽ ആവസിക്കണമേ, എൻ്റെ ബന്ധനങ്ങളിൽ ആവസിക്കണമേ, എൻ്റെ പ്രശ്നങ്ങളിൽ ആവസിക്കണമേ, തകർച്ചകളിൽ ആവസിക്കണമേ. എന്നെ ഉയർത്തണമേ, പീഡിപ്പിക്കണമേ.
സംവഹിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവേ എന്നെയും എന്റെ കുടുംബത്തെയും സംവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ശാന്തമായിട്ടിരിക്കാം, ശാന്തമായിട്ടിരിക്കാം, ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കും. പന്തക്കുസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നത് അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണവരം അനുസരിച്ച് അവരെല്ലാവരും വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. യേശു തമ്പുരാൻ അപ്പസ്തോലന്മാരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കൂടെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ പല വിധത്തിൽ ഒരുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തിൽ. അത്ഭുതകരമായിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരൊരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പെട്ടെന്നൊരു കൊടുങ്കാറ്റുണ്ടാവുകയാണ്. അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ അതങ്ങ് നിറഞ്ഞു. പ്രിയ ദൈവമക്കളെ, നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഈ കൊടുങ്കാറ്റ് അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഈ കൊടുങ്കാറ്റ് അനുഭവം ഉണ്ടാകും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ വ്യക്തി പുതിയ മനുഷ്യനായിത്തീരും. പഴയതെല്ലാം മറന്നുപോകും. നമ്മുടെ ജീവിതത്തിലെ പഴയ പ്രശ്നങ്ങൾ, നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മറന്നുപോകും. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. അതുകൊണ്ട് ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, ചോദിക്കുക. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് ചോദിക്കുക, ഉള്ളു തുറന്ന് ചോദിക്കുക. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ ദാഹം എത്രമാത്രമുണ്ടോ അതനുസരിച്ച് ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങും. ഇത് വലിയൊരു സത്യമാണ്, ഇത് വലിയൊരു സത്യമാണ്, ഇത് വലിയൊരു സത്യമാണ്. വിശ്വസിക്കണം. ദാഹം വേണം. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരിക്കരുത്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് വഴികൾ തുറക്കും. അവിടെ എല്ലാം ആത്മാവ് സഹായകനാണ്. ഈശോ പറഞ്ഞ സഹായകനാണ് ആത്മാവ്. നമ്മളിപ്പോൾ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വന്നിടുക, വന്ന് നിറഞ്ഞിടുക. ഗായകസംഘം ഇപ്പോൾ അത് പാടും. നമുക്ക് ആ വരികളോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യണം. ഈ ആരാധന സമയത്ത്, ഈ സ്തുതി ആരാധനയുടെ സമയത്ത് പ്രിയ ദൈവമക്കളെ, ഓരോ ദൈവ പൈതന്റെ മേലും അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക തന്നെ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. ദാഹത്തോടെ നിറഞ്ഞിടുക, മാവേ, വന്നു കവിഞ്ഞിടുക, എൻ പ്രിയനേ വരണമേ. ഹൃദയത്തിൽ വന്നിടുക. പരിശുദ്ധാത്മാവേ വരണമേ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. ആമേൻ ആമേൻ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. ദാഹിച്ച് പാടാ, ദാഹിച്ച്. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. എല്ലാവർക്കും ചേർന്ന് പാടാം, എല്ലാവർക്കും. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിറഞ്ഞിടുക, എന്റെ കുടുംബത്തിലേക്ക് വരണമേ. എൻ ഹൃദയത്തിൽ
എൻ്റെ പ്രശ്നങ്ങളിലേക്ക് വരണമേ. വിളിക്കാം. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. കരങ്ങൾ രണ്ടും നീട്ടി യാചനാഭാവത്തിൽ പിടിച്ചുകൊണ്ട് യാചിക്കാൻ നമുക്ക് ഒരിക്കൽ കൂടി. വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. വന്നു കവിഞ്ഞിടുക, എൻ പരിശുദ്ധാത്മാവെ ചലിക്കുന്ന നിമിഷത്തോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ചലിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ ചലിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ ചലിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കാം, 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 സ്തുതിക്കാം. എല്ലാവരും സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ വരണമേ, കടന്നു വരണമേ, വന്നിടണമേ. എൻ്റെ ഹൃദയത്തിൽ വരണമേ, എൻ്റെ കുടുംബത്തിൽ വരണമേ, എൻ്റെ പ്രശ്നങ്ങളിൽ വരണമേ, എൻ്റെ തകർച്ചകളിൽ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വമുണ്ടവിടെ, മഹത്വമുണ്ടവിടെ, മഹത്വമുണ്ടവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ദാഹത്തോടെ, വലിയ ദാഹത്തോടെ, ഏകാഗ്രതയോടെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൈതലേ, നിന്റെ രോഗപീഠയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ചലിക്കുമെന്ന് വിശ്വസിക്കണം. ഹല 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 ഹല. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വമുണ്ടവിടെ, മഹത്വമുണ്ടവിടെ, മഹത്വമുണ്ടവിടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി. കരമടിച്ചുകൊണ്ട് മട, കരമടിച്ചുകൊണ്ട്. ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ഹല്ലേലൂയ. ജീവനദിയാ നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ. ചിറകുള്ള ആത്മാവേ, കരമുയർത്തി സന്തോഷത്തോടെ വിളിച്ചേ. ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. കരമുയർത്തി, കരമുയർത്തി. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, എൻ കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. ഓ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ. ഓ loving Holy Spirit, please, please come right now, please come right now. ഇപ്പോൾ തന്നെ വരണമേ, ഇപ്പോൾ തന്നെ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory, 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 glory. പരിശുദ്ധാത്മാവേ, ആശ്വാസദായ. ജോയൽ പ്രവചനം 2-ാം അധ്യായം 28-ാം തിരുവചനം. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണത്. ജോയൽ പ്രവാചകനിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ന് നമ്മുടെ മുഖത്ത് നോക്കി ദൈവം സംസാരിക്കുന്നു. അന്ന് ഇങ്ങനെ സംഭവിക്കും,
എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. യുവാക്കൾക്ക് ദർശനമുണ്ടാകും. യുവാക്കളെ യുവതികളെ പ്രവചിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഈശോ പറഞ്ഞു യോഹന്നാൻ 7:38, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ജീവജലത്തിൻ്റെ അരുവി. നമ്മൾ പാടുന്ന വരികളെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തിൽ ദൈവത്തിന് ജീവൻ ഇരിപ്പുണ്ട്. ദൈവ പൈതലേ, പ്രിയ സഹോദര സഹോദരി, സത്യമായി ഇത് നിങ്ങൾ വിശ്വസിക്കണം. ഇപ്പോൾ ഈ നിമിഷ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങും. പാടിയാരാധിക്കാം. യുവാക്കളിൽ ദർശനമാ, വൃദ്ധരിൽ സ്വപ്നമാ, സർവലോകത്തിനും അടയാളമായി. തുറന്ന് പിടിച്ച് പാടിക്കേ. സ്വപ്നമായി യുവാക്കളിൽ ദർശനമായി, വൃദ്ധരിൽ സ്വപ്നമായി, സർവലോകത്തിനും അടയാളമായി. സ്വർഗ്ഗം തുറന്നു വരുന്നൊരാ പാറക്കലിനായി ആത്മാവേ നിറഞ്ഞിടുക. കരമടിച്ച് വിശ്വാസത്തോടെ വിളിക്കാം. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. വൃദ്ധരിൽ സ്വപ്നമായി, യുവാക്കളിൽ ദർശനമായി, വൃദ്ധരിൽ സ്വപ്നമായി, സർവലോകത്തിനും അടയാളമായി. സ്വർഗ്ഗം തുറന്നു വരുന്നൊരാ പാറക്കലിനായി ആത്മാവേ നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. 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 പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എല്ലാ യുവാക്കളിലും ദർശനങ്ങൾ നൽകി, പ്രവചനങ്ങൾ നൽകി വരണമേ. എല്ലാ കുടുംബത്തിലും വരണമേ. ലോകം മുഴുവനും ചലിക്കണമേ. വിദേശത്തായിരിക്കുന്നവർ ചലിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വമുണ്ടാവട്ടെ, 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 മഹത്വമുണ്ടാവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല 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 ഹല. യേശുവേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ.
പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ. പ്രിയപ്പെട്ടവരെ, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ സാംസണെ പുതിയ 2 കയറിട്ട് ബന്ധിച്ച് ലേഹി പട്ടണത്തിൻ്റെ മുമ്പിൽ ഫിലിസ്തീൻ്റെ മുമ്പിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫിലിസ്തീൻ ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് സാംസന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ നിറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ നിറഞ്ഞു. തൽക്ഷണം ഈ കയറ് കരിഞ്ഞ ചണനൂല് പോലെ ആയി സാംസന്റെ കയ്യിൽ നിന്നും അടർന്നു വീണു. സാംസൺ നോക്കുമ്പോൾ ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് കണ്ടു. ആ താടിയിൽ എടുത്തിട്ട് 1000 ഫിലിസ്തീനെ തല്ലിക്കൊന്നു. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് സാംസൺ, ഞാനൊരു കഴുതയുടെ എല്ലുകൊണ്ട് 1000 പേരെ കൊന്ന് കൂന കൂട്ടി. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ സകല കെട്ടുകളും അഴിഞ്ഞു വീഴും. പുതിയ മനുഷ്യനായി മാറും. പുതിയ ദൈവ പൈതലായി മാറും. നമ്മുടെ ജീവിതത്തിലെ നമ്മളെ അലട്ടുന്ന, നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് അഴിഞ്ഞു വീണു പോകും. നമ്മളെ ദൈവത്തിൻ്റെ ആനന്ദം കൊണ്ട് നിറയും, രക്ഷയുടെ ആനന്ദം കൊണ്ട് നിറയും. എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുമ്പിൽ വഴികളുണ്ട്. സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. അകറ്റിടും, ആമേൻ, ആമേൻ. അകറ്റിടും കെട്ടുകളെല്ലാം തകർത്തിടും. ആമേൻ. അകറ്റിടും ബന്ധനമെല്ലാം അകറ്റിടും കെട്ടുകളെല്ലാം അകറ്റിടും ആത്മാന്ധകാരത്തെ മാറ്റിടും. അനിർവചനീയമാം നെടുവീർപ്പിലർപ്പിക്കും പുത്രസ്വീകാരത്തിൻ ആത്മാവേ നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, കരമടിച്ച് കരമേറ്റടിക്കാം, കരമേറ്റി സന്തോഷത്തോടെ. ആമേൻ, ആമേൻ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. ബന്ധനമെല്ലാം അകറ്റിടും, കെട്ടുകളെല്ലാം
ദർശനമായി ദർശനമായി വൃദ്ധരിൽ സ്വപ്നമായി വലിയ നാമത്തോടെ കരങ്ങൾ ഉയർത്തേ, കരങ്ങൾ ഉയർത്തേ, കരങ്ങൾ ഉയർത്തേ. ശക്തമായി പ്രാർത്ഥിക്കാം. സർവ്വലോകത്തിനും അടയാളമായി സ്വർഗ്ഗം തുറന്നു വരുന്നൊരാ പാറക്കലിതായേ ആത്മാവേ നിറഞ്ഞിടുക വന്നു കവിഞ്ഞിടുക ഹൃദയത്തിൽ വന്നിടുക നിറഞ്ഞിടുക വന്നു കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക നിറഞ്ഞിടുക വന്നു കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക നിറഞ്ഞിടുക വന്നു കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക യുവാക്കളിൽ അഗ്നിച്ചിറകായി ഇറങ്ങി വരണമേ, അഗ്നിക്കൊടുങ്കാറ്റായി വരണമേ. വാക്കളിൽ ദർശനമായി വൃദ്ധരിൽ സ്വപ്നമായി സർവ്വലോകത്തിനും അടയാളമായി സ്വർഗ്ഗം തുറന്നു വരുന്നൊരാ പാറക്കലിതായേ ആത്മാവേ നിറഞ്ഞിടുക വന്നു കവിഞ്ഞിടുക ഹൃദയത്തിൽ വന്നിടുക ഹല്ലേലൂയ, നിറഞ്ഞിടുക ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമയത്തിൽ സ്തുതിക്കാം, കരമയത്തിൽ സ്വരമയത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ ഹൃദയത്തിൽ വന്നിടുക ആമേൻ. വായോ നിറഞ്ഞിടുക വന്നു കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക എൻ ഹൃദയത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ, ഞങ്ങളുടെ മനസ്സിൻ്റെ ആകുലതകളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥന തുടരാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord.
ഹാലേലുയ. ഹല്ലേലൂയ സന്തോഷത്തോടെ പറഞ്ഞേ ഹാലേലുയ, ഹല്ലേലൂയ ഹാലേലുയ. ഹല്ലേലൂയ. നമ്മൾ ഈ ശാലോമിൻ്റെ നൈറ്റ് വിജിൽ ഹാളിലിരുന്ന് നൈറ്റ് വിജിൽ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ശാലോം ടി വിയിൽ മൊബൈൽ ഫോണിലൂടെയോ ടി വി സ്ക്രീനിലൂടെയോ ഈ നൈറ്റ് വിജിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ നമുക്കെല്ലാം വ്യക്തമായുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കെല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതാണ്, ദൈവത്തിൽ നിന്ന് സാധിച്ചു കിട്ടേണ്ടുന്ന ചില നിയോഗങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് പല ഇൻറ്റൻസിറ്റി ഉണ്ടാകും. ചിലരുടെ വിശ്വാസം ആഴമേറിയ വിശ്വാസമായിരിക്കും, ചിലർക്ക് ചെറിയ തോതിൽ മറ്റ് പല കാര്യങ്ങളും ചെയ്തു നോക്കി ഇനി വേറൊന്നും ചെയ്യാനില്ല, എങ്കിൽ ഇനി ദൈവത്തിലൊന്ന് ആശ്രയിച്ച് നോക്കാം, അങ്ങനെയുള്ള വിശ്വാസവും ഉണ്ടാകാം. ഇനി നമ്മുടെ നിയോഗങ്ങൾ നോക്കിയാൽ ചിലരുടെ നിയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട, മുൻപോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ അത്ര സങ്കീർണമായ നിയോഗങ്ങളായിരിക്കാം. ചിലരുടേത് കമ്പാരിറ്റീവ്ലി ചെറിയ നിയോഗങ്ങളായിരിക്കാം. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം, നമ്മുടെ വലതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച്. ഒരുപക്ഷെ എനിക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആഴമേറിയ വിശ്വാസമുണ്ടാകാം. ചിലപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം കുറവായിരിക്കാം. എനിക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാനോ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനോ കഴിയാത്ത രീതിയിൽ മന്ദീഭവിച്ച വിശ്വാസമായിരിക്കാം. ഒരുപക്ഷെ എൻ്റെ നിയോഗം വളരെ സങ്കീർണമായ, ഒരു തരത്തിലും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത അത്ര സങ്കീർണമായ ഒരു നിയോഗവുമായിട്ടായിരിക്കാം ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ ചെറിയ ഒരാവശ്യമായിരിക്കാം. ഇതൊന്നും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് തടസ്സമല്ല. നമ്മുടെ നിയോഗങ്ങൾ നമുക്കുള്ള വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥനയുടെ മണിക്കൂറിൽ ചേർത്ത് വയ്ക്കാം. എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എത്ര നിസ്സാരമായ പ്രശ്നമാണെങ്കിലും ദൈവം അവ ശ്രവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. റൂത്ത് 2:12 നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. വീണ്ടും സുഭാഷിതങ്ങൾ 16:3 നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ഹല്ലേലൂയ. ഈശോയുടെ സന്നിധിയിലേക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ പോലും അതിനെപ്പോലും മാനിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച്, ഈശോയെ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഈശോ എൻ്റെ ഉള്ളിലുള്ള ഈ നിയോഗത്തെ കർത്താവെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, ഏത് വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചാലും അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് ഈ രാത്രിയിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത്. ഈശോയിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവ്, എൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥനകളും ആകുലതകളും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഞാനിതാ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഇറക്കി വയ്ക്കുന്നു. കർത്താവെ, അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യണമേ. കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ഇടപെടണമേ. ഈശോയെ, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണമേ. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, അങ്ങയുടെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഈ മണിക്കൂറുകളിൽ, ഈ രാത്രി ജാഗരണത്തിൽ ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. 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 ഒരു വൈദികൻ്റെ പ്രസംഗ മധ്യേ കേട്ട ഒരു ഡയലോഗ്, ഒരു പഞ്ച് ഡയലോഗാണ്. അതെൻ്റെ മനസ്സിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരും. അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു ക്രൈസ്തവൻ്റെ ജീവിതം ഒരു ഹോപ്പ്ലെസ് എൻഡ് അല്ല, മറിച്ച് എൻഡ്ലെസ് ഹോപ്പാണ്.
അതായത് ഹോപ്പ്ലെസ് എൻഡ് അല്ല, പ്രതീക്ഷ നശിച്ച ഒരവസാനമല്ല ക്രൈസ്തവനുള്ളത്. നേരെ മറിച്ച് അസ്തമിക്കാത്ത പ്രതീക്ഷകളുള്ള ജീവിതമാണ് ക്രൈസ്തവനുള്ളത്. ജെറമിയ 29:11 വളരെ സുപരിചിതമായ വചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമ്മൾ പണ്ട് ധ്യാനങ്ങൾക്കൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരു വചനമാണ് ജെറമിയ 29:11. കാലം എത്ര കഴിഞ്ഞാലും ഇപ്പം നമുക്കറിയാം, ഇൻ്റർനെറ്റിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. AI ടെക്നോളജികൾ വന്ന് ലോകത്തെ കീഴടക്കുന്ന ഈ കാലത്തിലും ദൈവത്തിൻ്റെ ഈ വചനം മാറ്റമില്ലാതെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തേടി വരുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളെയും സമർപ്പിക്കാം. കാലം എത്ര കടന്നു പോയാലും ദൈവത്തിൻ്റെ ആ പദ്ധതികൾക്ക് മാറ്റം വരുന്നേയില്ല. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വളരെ പ്രതീക്ഷയോടെ ചില ബിസിനസ്സിലേക്ക് ഇറങ്ങി പോകുന്നു, ചില കോഴ്സുകൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ചില വിദേശ രാജ്യങ്ങളിൽ വലിയ പ്രതീക്ഷയോടെ പോകുന്നു. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെയോ ഒന്നും കാര്യങ്ങൾ ശരിയാകുന്നില്ല. ഒരു കോഴ്സ് തിരഞ്ഞെടുത്തു, പഠിച്ചു, പഠനം പൂർത്തിയാക്കി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ജോലി ലഭിക്കുന്നില്ല. ഇങ്ങനെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ ശാലോമിൻ്റെ നൈറ്റ് വിജില് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് കൂടുന്നത് 2013 ഒരു ജൂൺ മാസത്തിലാണ്. ആ സമയത്ത് ഞാൻ MCA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. MCA പഠനത്തിൻ്റെ അവസാന സെമസ്റ്ററിൽ പ്രോജക്റ്റ് ചെയ്യാൻ തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഞാൻ അവിടുത്തെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ആ ദിവസത്തെ നൈറ്റ് വിജിൽ ഒന്ന് പങ്കെടുത്താൽ കൊള്ളാമെന്ന് തോന്നി. പെരുവണ്ണാമൂഴിയിലേക്ക് തലശ്ശേരിയിൽ നിന്ന് ബസ് കയറി വന്ന് നൈറ്റ് വിജിലിൽ പങ്കെടുക്കാൻ ഞാൻ വന്നു. അന്ന് യാദൃശ്ചികമെന്ന് പറയട്ടെ, ഇന്ന് നമുക്ക് വചനം നൽകാൻ വരുന്ന ബഹുമാനപ്പെട്ട ഷാജി അച്ഛൻ തന്നെയാണ് ആ 2013 ജൂൺ മാസവും ഇവിടെ ശുശ്രൂഷ നയിച്ചിരുന്നത്. അന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. പണ്ട് നൈറ്റ് വിജിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടാകും. അച്ഛൻ അതൊക്കെ വെച്ച് പാട്ടൊക്കെ പാടിയാണ് അന്നത്തെ ശുശ്രൂഷ നയിച്ചത്. അങ്ങനെ ആ നൈറ്റ് വിജിൽ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വളരെ യാദൃശ്ചികമായ ഒരു ശാലോം ടൈംസിൻ്റെ ഏറ്റവും പുതിയ ഒരു കോപ്പി എനിക്ക് ലഭിച്ചു. അങ്ങനെ വീട്ടിൽ പോയി ഈ കോപ്പി തുറന്നു നോക്കുമ്പോൾ അതിലൊരു പരസ്യം കണ്ടു. ശാലോമിലേക്ക് പ്രൊബേഷണറി ഓഫീസേഴ്സിനെ ക്ഷണിക്കുന്നു എന്ന ജോലി, അതിൻ്റെ ഒരു പരസ്യമാണ്. അത് കണ്ട പ്രകാരം ഞാൻ അതിനുവേണ്ടി ശാലോമിലേക്ക് അപേക്ഷ അയച്ചു. പിന്നെ അതിൻ്റെ എക്സാമും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ശാലോമിൽ എനിക്ക് 2013 നവംബർ മാസത്തിൽ ശാലോമിലെ ഒരു ശുശ്രൂഷകനായി ഞാൻ വന്നു. അങ്ങനെ ഒരു 9ഓളം ആളുകളുണ്ട് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പോൾ അതിൽ ഓരോരുത്തരെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഓരോ കാര്യങ്ങളിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ പോസ്റ്റ് ചെയ്തത് ശാലോമിൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അങ്ങനെ എനിക്ക് ലഭിച്ച ജോലി SPFൻ്റെയും ശാലോം മാഗസിൻ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ അക്കൗണ്ടിങ് ചെയ്യുക എന്ന ജോലിയാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ ദൈവം എന്നെ വ്യക്തമായി ഈ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുത്തു എന്ന ബോധ്യം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ ഈ ശുശ്രൂഷകൾ ചെയ്തു പോകുന്നു. അതിനിടയിൽ ഇങ്ങനെ ഒരു ഫോൺ കോളിൽ എൻ്റെ ഒരു ആൻറ്റി ഇങ്ങനെ എന്നോട് ചോദിച്ചു, മോനെ നീ IT ഒക്കെ അല്ലേ പഠിച്ചത്, പക്ഷെ അതുമായി ബന്ധമില്ലാത്ത ഒരു ജോലി, അക്കൗണ്ടിങ് നീ പഠിച്ചതുമായി ഒരു ബന്ധമില്ലാത്ത കാര്യമല്ലേ ചെയ്യുന്നത്, അപ്പോൾ ആ പഠിച്ചതൊക്കെ വെറുതെ ആയിപ്പോയില്ലേ എന്നൊരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു. അത് ചോദിച്ചതിന് ശേഷം തൊട്ട് ഇതെൻ്റെ മനസ്സിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ശരിയാണല്ലോ, എനിക്ക് കണക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടും കണക്കത്ര പോരാത്തത് കൊണ്ടുമാണ് ഞാൻ IT ഫീൽഡിലേക്ക് പഠിക്കാൻ പോയത്. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് അവസാനം ഈ കണക്ക് കൂട്ടലുകളിൽ തന്നെ വന്നു പെട്ടു. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് മനസ്സിലൊരു ഇത് വരും, ദൈവമേ അങ്ങനെയാണ് പിന്നെ ഞാൻ BCom MCom പഠിച്ചാൽ മതിയായിരുന്നല്ലോ,
എന്നെ എന്തിനാ വെറുതെ MCA പഠിപ്പിച്ചത്? അങ്ങനെ ഒരു 3 വർഷത്തോളം ശാലോമിൽ ഞാനിങ്ങനെ അക്കൗണ്ടിങ് ജോലി ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് ശാലോമിൻ്റെ ഓഫീസിലെ സോഫ്റ്റ്വെയറുകൾ മാറ്റി ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ മാനേജ്മെൻറ്റ് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു സോഫ്റ്റ്വെയർ ടീമിനെ രൂപീകരിച്ചു. ആ ടീമിലേക്ക് ദൈവം എന്നെയും ചേർത്തു. പിന്നീട് ഈ നാളുകൾ വരെയും ഈ ദിവസം വരെയും ശാലോമിൻ്റെ സോഫ്റ്റ്വെയർ മേഖലകളിലും അല്ലെങ്കിൽ അതിൻ്റെ വെബ് ഡിപ്പാർട്ട്മെൻറ്റിലുമാണ് ഈ നാളുകളിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നമ്മൾ വചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജെറമിയ 1:5. അപ്പം നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, പഠിക്കുമ്പോൾ, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച്. എനിക്കിഷ്ടമില്ലാത്തൊരു ഫീൽഡിൽ വന്ന് പെട്ടെങ്കിലും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ എന്തിനെന്നെ ഇത് പഠിപ്പിച്ചു? പക്ഷെ ദൈവത്തിന് ഒരു വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു. എന്നെ ഇത് പഠിപ്പിച്ചതോ അല്ലെങ്കിൽ ഈ മേഖലയിൽ എനിക്ക് അറിവ് നൽകിയതോ ദൈവത്തിന് വ്യക്തമായ ഉത്തരമുണ്ട്. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം ദൈവസന്നിധിയിൽ. നമ്മളിപ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വലിയ പ്രതീക്ഷയോടെ ചില കാര്യങ്ങൾ ചെയ്തു, ചില രാജ്യങ്ങളിലേക്ക് ചേക്കേറി, ചില കോഴ്സുകൾ തിരഞ്ഞെടുത്തു, ചില കൃഷികളിലേക്ക് ഇറങ്ങിത്തിരിച്ചു, ചില ബിസിനസ്സുകളിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായ ഫലമാണുള്ളത്. ഒന്നും ശരിയാകാത്ത രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചിന്തിച്ച പോലെയൊന്നുമല്ല എൻ്റെ ജീവിതം പോകുന്നത്. കുറേ കൂടെ മെച്ചപ്പെട്ട ജീവിതമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എൻ്റെ ആരോഗ്യവും എൻ്റെ പഠനവും ഒന്നും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എൻ്റെ ജീവിതത്തെ ഉയർത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള പരിഭവങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമുക്ക് ദൈവം പ്രത്യാശ നൽകുന്നൊരു വചനമാണ്. ദൈവത്തിന് ഇപ്പോഴും നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. നമ്മൾ പോലും നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ ബുക്കുകൾ മടക്കി വെച്ചാലും, നമ്മൾ ആ സ്വപ്നങ്ങളെല്ലാം വിട്ടുകളഞ്ഞാലും, നിനക്ക് വേണ്ടി സ്വപ്നം കാണുന്ന, നിനക്ക് വേണ്ടി ശുഭകരമായ പദ്ധതികൾ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ദൈവം ഈ രാത്രിയിൽ നമ്മളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പ്രായമേറെയായി, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു, ഇനി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല, ഇങ്ങനെയൊന്നുമല്ല എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടത്, ഇങ്ങനെയൊന്നും ആയി തീരേണ്ടതല്ലായിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെ ചിന്തിക്കുന്നവരോടും ദൈവത്തിൻ്റെ വചനം ഇതാ പറയുന്നു, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നമ്മൾ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അബ്രാഹം മൃതപ്രായമായപ്പോഴാണ് അദ്ദേഹത്തിനൊരു കുഞ്ഞിനെ ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അബ്രാഹത്തിൻ്റെ മുൻപിൽ നിലനിൽക്കുമ്പോഴും 100 വയസ്സുവരെ അബ്രാഹം കാത്തിരുന്നു ആ വാഗ്ദാനം നിറവേറ്റപ്പെടാൻ. അതെ, ദൈവത്തിന് അബ്രാഹത്തെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. നീണ്ട 100 വർഷങ്ങൾ അബ്രാഹം കാത്തിരുന്നു ആ പദ്ധതി ഫലമണിയാൻ. ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രത്യാശ നിറയട്ടെ. അതെ, നമ്മളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്നൊരു ദൈവം ഈ രാത്രിയിൽ നമ്മളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മളിൽ പ്രതീക്ഷയായി നിറയട്ടെ. എൻ്റെ അടച്ചു വെച്ച സ്വപ്നങ്ങൾ, ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ ആ സ്വപ്നങ്ങളെല്ലാം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചില ജീവിതത്തിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ, ചില മരണങ്ങളാകാം, ചില രോഗങ്ങളാകാം, പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാകാം, ആകസ്മികമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നമ്മളിങ്ങനെ വചനത്തിൽ വായിക്കുന്നു, റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്ന നമുക്ക് എല്ലാ കാര്യങ്ങളും നന്മയാക്കി മാറ്റുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. 2021 മെയ് മാസം നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ കൊറോണ ഇങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ ദിവസവും 10,000-ഉം 20,000 പേർക്കൊക്കെ കൊറോണ പിടിച്ച് അങ്ങനെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം. ഇങ്ങനെ ഒരു സമയത്താണ് എനിക്ക് ഒരു കടുത്ത പനി പിടിച്ചു. 1-2 ദിവസം
വീട്ടിൽ പനിച്ച് കിടന്നു. അങ്ങനെ ഒരു രക്ഷയില്ലാതെ വന്ന് ഭയങ്കര ടയേർഡായ സമയത്ത് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഡെങ്കിപ്പനിയാണ്, കൂടാതെ കൊറോണയുമുണ്ട്, കോവിഡ് പോസിറ്റീവുമാണ്. അങ്ങനെ അവിടെ നിന്നുള്ള ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു, കോവിഡ് ഉള്ളത് കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ടൗണിലേക്ക് കോഴിക്കോടേക്ക് പോയി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അഡ്മിറ്റ് ആവണം, ഇത് രണ്ടും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സീരിയസ് ആവും. അങ്ങനെ പറഞ്ഞ് ഞാനും വൈഫും കൂടെ കോഴിക്കോടുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അങ്ങനെ ഏതാണ്ട് 10 ദിവസത്തോളം ആ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, കൊറോണ രോഗികൾ കിടക്കുന്ന ഒരു സെഷനിലാണ് നമ്മളും കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയുള്ള ആളുകൾ ഈ രാത്രിയിൽ ഭയങ്കരമായി ശ്വാസം എടുക്കുന്നതും അവർക്ക് ശ്വാസം കിട്ടാതെ വലിക്കുന്ന ഒച്ചയൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെ ചിലർ, നമ്മുടെ അപ്പുറം കിടക്കുന്നവരൊക്കെ പ്രായമുള്ള ചിലർ മരിച്ചുപോയി, അവരെ ഒഴിവാക്കി അടുത്ത പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള എന്താ പറയുക, ഹൊററായ കാഴ്ചകളാണ് ആശുപത്രിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചെറുപ്പക്കാരായ 2 പേരിങ്ങനെ അഡ്മിറ്റായി കൊറോണ പിടിച്ച് കിടക്കുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി കോഴിക്കോട് ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയമാണ്. ശരിക്കും പറഞ്ഞാൽ ആ കമ്പനിയിൽ പെട്ടുപോയൊരവസ്ഥയാണ്. കൊറോണയുടെയൊക്കെ സമയമായപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. രാവിലെ 9 മണിക്ക് ജോലി തുടങ്ങിയാൽ രാത്രി 10 മണി വരെയും ജോലി ചെയ്യണം. അത്രയ്ക്ക് വർക്ക് പ്രഷറുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ചെറിയൊരു സാലറി മാത്രമേ ഉള്ളൂ. ഒരു രീതിയിലും പുറത്തു കിടക്കാൻ കഴിയാത്ത രീതിയിൽ പെട്ടുപോയല്ലോ എന്ന അവസ്ഥയിലാണ് ഇവൾ ജീവിക്കുന്നത്. ലീവൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ കൊറോണ പിടിച്ച് ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലായത്. കൊറോണ പിടിച്ച് ഹോസ്പിറ്റലായ സ്ഥിതിക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾക്ക് ലീവ് കൊടുത്തു. എങ്കിലും അവളുടെ മാനേജർ ചോദിക്കുന്നുണ്ട്, ഒരു ലാപ്ടോപ്പ് ഞാൻ കൊണ്ടുത്തരട്ടെ ഹോസ്പിറ്റൽ, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അവൾ പറ്റില്ല, ഇവിടെ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ഒരു 10 ദിവസത്തോളം വളരെ യാദൃശ്ചികമായി ഇവൾക്ക് ലീവ് കിട്ടി. അപ്പോൾ ഈ ആശുപത്രിയിലുള്ള സമയത്താണ് ഇവൾക്ക് ഇങ്ങനെ ഒരു കോള് വന്നു. ഒരു ഇൻ്റർവ്യൂ കോളാണ്. ഇങ്ങനെ നൗക്കരിയിൽ പ്രൊഫൈൽ കണ്ട് വിളിക്കുന്നതാണ്. ജോലിക്ക് മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചൊരു ഇൻ്റർവ്യൂ കോള് വന്നു. അപ്പോൾ വെറുതെ ഇരുന്നപ്പോഴാണ് ഇവളെന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ 5-6 ദിവസം വെറുതെ ഇരുന്നപ്പോഴാണ് എത്ര ടൈറ്റ് വർക്കിലാണ് ഞാൻ പെട്ടുപോയത്, എൻ്റെ ലൈഫ് എത്ര നശിച്ചു പോയി എന്ന് മനസ്സിലാക്കുന്നത് ഈ വെറുതെ ഇരിക്കുമ്പോഴാണ്. കാരണം മറ്റേ ജോലി ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ആലോചിക്കാൻ പോലും സമയമില്ല. ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ട പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവൾ ആ ഇൻ്റർവ്യൂ കോൾ അറ്റൻഡ് ചെയ്തു. അവർ ഇൻ്റർവ്യൂ നടത്തി. അങ്ങനെ ഇവൾക്ക് കൊച്ചിയിലുള്ളൊരു സ്ഥാപനത്തിലേക്ക് ഒരു ജോലി കിട്ടി. അപ്പോൾ ഒരു ജോലി കിട്ടിയപ്പോൾ ഇവൾക്ക് ആവശ്യമായി. അവൾ വീണ്ടും അടുത്ത റെസ്യൂമൊക്കെ ഒന്നുകൂടി റെഡിയാക്കി വീണ്ടും ചില ജോലികൾക്ക് അപേക്ഷിച്ചു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഒരു അമേരിക്കൻ കമ്പനിയിൽ, അതിൻ്റെ ബാംഗ്ലൂർ ഓഫീസിലേക്ക് ജോലി ലഭിച്ചു. വളരെ നല്ല പീസ്ഫുള്ളായ ഒരു കമ്പനിയിൽ നല്ല സാലറിയോടുകൂടി ഇവൾക്കൊരു ജോലി മാറ്റം ലഭിച്ചു. ഇപ്പോൾ ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഈ വർക്ക് പ്രഷറൊന്നുമില്ലാത്ത നല്ലൊരു കമ്പനിയിലേക്ക് ദൈവം കൊണ്ടുപോയി. അപ്പോൾ ചില സമയത്തൊക്കെ വൈഫ് പറയും, ചേട്ടായിക്ക് ആ രോഗം പിടിച്ച ആശുപത്രി കിടന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ കോഴിക്കോട് കമ്പനിയിൽ തന്നെ ജോലി ചെയ്ത് നടുവൊടിയേണ്ടി ഇരുന്നേനെ. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ തിന്മയെന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ കടന്നു വന്നാലും അതിനെയെല്ലാം നന്മയാക്കി മാറ്റുന്നൊരു ദൈവം നമുക്കുണ്ട്. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. നമ്മുടെ ജീവിതത്തെ ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ജോബിൻ്റെ പുസ്തകത്തിൽ മനോഹരമായൊരു വചനമുണ്ട്. 14-ാം അധ്യായം 7-ാം വാക്യം. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളർക്കും, അതിന് പുതിയ ശാഖകളുണ്ടാകും. നശ്വരമായ വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്. അങ്ങനെയെങ്കിൽ അനശ്വരമായ ജീവിതമുള്ള നമ്മൾ എത്രയോ പ്രത്യാശയുള്ളവരാകണം. തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കാൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അവനിൽ നമ്മൾ പ്രത്യാശ വയ്ക്കണം. നമ്മളെക്കുറിച്ച് മനോഹരമായ പദ്ധതികൾ വിഭാവന ചെയ്ത് കാത്തിരിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ പിതാവ്. അവനിൽ നമ്മൾ പ്രത്യാശ വയ്ക്കണം. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, അനുകൂലമായ ഒന്നും നിന്റെ ജീവിതത്തിൽ പറയുവാനില്ലായിരിക്കാം. എങ്കിൽ പോലും
അവിടെ നിന്ന് നിന്നെ ഉയർത്താൻ കഴിവുള്ള ഒരു ദൈവം നിനക്കുണ്ട്. അവനിൽ ഈ രാത്രിയിൽ നീ പ്രത്യാശ വെച്ചാൽ നിന്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നീ കാണും. നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഈശോയുടെ സന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, അബ്രാഹാം തൻ്റെ 100-ാം വയസ്സിൽ അനേക നാളിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചു. ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനങ്ങൾ അവൻ്റെ മുൻപിലുണ്ട്. എന്നിട്ടും ദൈവം അവനോട് ചോദിച്ചു, ഈ കുഞ്ഞിനെ നീ എനിക്ക് ബലിയർപ്പിക്കുക. നമ്മൾ വചനത്തിൽ ആലങ്കാരികമായ ഒരു വാക്യവും കാണുന്നില്ല. അവൻ ദൈവത്തെ അനുസരിച്ച് മലയിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് അവൻ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ തുടങ്ങിയെന്ന് മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ചിന്തിക്കുക, ഇത്ര വർഷം കാത്തിരുന്ന് ലഭിച്ച ഒരു കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ അബ്രാഹത്തിൻ്റെ ഉള്ളിൽ എത്ര ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടാകും. അവിടുത്തെ വാഗ്ദാനങ്ങളെല്ലാം അസ്തമിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടാകില്ലേ? എന്തിനീ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ എനിക്ക് നൽകിയെന്ന് ചോദിച്ചിട്ടുണ്ടാകില്ലേ? കൊന്നുകളയാനാണെങ്കിൽ പിന്നെ എന്തിനൊരു കുഞ്ഞിനെ നൽകിയെന്ന് ചോദിച്ചിട്ടുണ്ടാകില്ലേ? എന്നാൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി മുൾപ്പടർപ്പിൽ ഒരു മുട്ടാടിൻ കുഞ്ഞിനെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അബ്രാഹത്തിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ച് അനേക ജനതകൾക്ക് പിതാവായി ഉയർത്തുവാൻ വലിയ പദ്ധതികൾ വിഭാവന ചെയ്ത അതേ ദൈവം ഇതാ ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഈശോയുടെ സന്നിധിയിലേക്ക് 2 കരങ്ങളും ഉയർത്തി എല്ലാ പ്രതീക്ഷകളും എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസന്നിധിയിലേക്ക് നിന്റെ ഹൃദയം ഉയർത്തി അബ്രാഹത്തെ പോലെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഒരത്ഭുതം ഇന്ന് ദൈവം നിനക്കായി ചെയ്യും. നഷ്ടപ്പെട്ട എല്ലാ സ്വപ്നങ്ങളും തിരിച്ചു നൽകാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു. ഈ രോഗം എന്റെ ജീവിതത്തിന്റെ അവസാനമല്ല. ഈ കടം എന്റെ ജീവിതത്തിന്റെ അവസാനമല്ല. ഈ തകർച്ച എന്റെ ജീവിതത്തിന്റെ അവസാനമല്ല. ഈശോ, അങ്ങയിൽ എനിക്ക് പ്രത്യാശയുണ്ട്. കർത്താവേ, വൃക്ഷത്തിന്റെ ശിഖരം വീണ്ടും കിളിർക്കുന്നത് പോലെ എന്റെ ജീവിതത്തെ വീണ്ടും തളിർപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഈശോ, ഈശോ, ഈശോ. ഹാല, 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 ഹാല. ഈശോയേ, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ മഹത്വം നിറയട്ടെ. ഈശോ, ഈശോ. തകർച്ചകള്, സാമ്പത്തിക ക്ലേശങ്ങള്, എല്ലാവിധ തകർച്ചകള്, വെറുപ്പ്, വിദ്വേഷം, നിരസ, അമർഷം, സ്നേഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങള്, ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ, ഇപ്പോൾ യേശു തമ്പുരാൻ തന്റെ ആത്മാവിലൂടെ അതിനെ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്കെന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ മനോഭാവത്തോടു കൂടി ഉയർത്തിപ്പിടിച്ചിട്ട് ഉറക്കെ സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ, എന്റെ ഈശോയേ, എന്റെ ഈശോയേ, ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ. അങ്ങയുടെ ആത്മാവിനെ യേശുവേ, സത്യദൈവമേ, ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളിലെ സകല ബന്ധങ്ങളും അഴിക്കണമേ. രോഗപീഠകൾ എടുത്തു മാറ്റണമേ. സാമ്പത്തിക തകർച്ചകൾ എടുത്തു മാറ്റണമേ. കുടുംബ തകർച്ചകൾ എടുത്തു മാറ്റണമേ. തകർച്ചകളും പരാജയങ്ങളും എടുത്തു മാറ്റണമേ. എല്ലാ യുവതി യുവാക്കളെയും അനുഗ്രഹിക്കണമേ. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. നാമത്തിന്റെ അത്ഭുത ശക്തി കർത്താവേ ഈ സമൂഹത്തിൽ വെളിപ്പെടട്ടെ. ശക്തി ഒഴിക്കണമേ. തകർച്ചകളിലേക്ക് സമഗ്ര മോചനത്തിന് ചലിക്കണമേ.
കടന്നു വരണമേ, കടന്നു വരണമേ, അവിടുത്തെ ശക്തി പ്രകടമാകട്ടെ. യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോ, 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 ഈശോ. ഹല 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 ഹല. കരമടിച്ച് കരമടിച്ച് ചേർന്ന് പാടാം. ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. കരമയത്തെ കരമടിച്ച് നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. അതരം തുറന്ന് പാടി. നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ, യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ, യേശുവേ, ഞങ്ങളുടെ രക്ഷകൻ. രണ്ട് കരമയത്തെ വിളിക്കുന്ന യേശുവേ, ഈശോ. രക്ഷകരെ ചേർന്ന് യേശുവിനെ വിളിക്കുക. ഈ രാത്രിയിൽ അവിടുത്തെ ആണിപ്പഴുതുള്ള കരം ഉയർത്തണമേ. രോഗപീഠകളെ ശാസിക്കണമേ, തകർച്ചകളെ എടുത്തു നീക്കണമേ, പരാജയങ്ങൾ നീങ്ങിപ്പോകട്ടെ, കിടപ്പ് രോഗികൾ എഴുന്നേൽക്കട്ടെ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവേ, കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗികൾ എഴുന്നേൽക്കട്ടെ, പഠന മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, വിവാഹ തടസ്സങ്ങൾ മാറട്ടെ, ജോലി തടസ്സങ്ങൾ മാറിപ്പോട്ടെ, കടഭാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ സമാധാനം കടന്നു വരട്ടെ. രണ്ട് കരമുയർത്തി ഒരിക്കൽ കൂടി യേശുവേ എന്ന് വിളിച്ചാരാധിക്കാം. ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, കെട്ടുകൾ അഴിക്കണമേ, രോഗികൾ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. റിയാ 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 റിയാ. ഹല 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 ഹല. രി 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 രി. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ടിവിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് കാണുന്നു ആ വേദന. ഈശോവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നിട്ട് കാണുന്നു. ചില കോഴ്സുകളിൽ നിരന്തരം പരാജയപ്പെട്ട് പഠനം ഉപേക്ഷിക്കുവാൻ, കോഴ്സ് മാറുവാൻ തീരുമാനമെടുത്ത ഏതാനും മക്കൾക്ക് ആ വിഷയങ്ങളിൽ കർത്താവ് വിജയം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക തകർച്ചയിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കുടുംബങ്ങളിൽ ഈശോയുടെ വെളിച്ചം കടന്നു വരുന്നു. അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ധാരാളം മക്കളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു നീക്കി ഈ രാത്രിയിൽ ഒത്തിരി യുവതിയുവാക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കണ്ണിന്റെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. 3 മക്കൾക്ക് പുതുതായിട്ട് നല്ലൊരു ഭവനം നൽകി കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. വലിയ നിരാശയിലും ദുഃഖത്തിലും അടപ്പെട്ട് എന്തിനാണ് ജീവിക്കുന്നത്, മരിച്ചാൽ പോരെ എന്ന് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില മക്കളെ കർത്താവ് തന്നോട് ചേർത്ത് പിടിച്ച് അവരുടെ ഹൃദയങ്ങളിലെ ദുഃഖപീഠ എടുത്തു നീക്കി ജീവിക്കാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. വിട്ടുമാറാത്ത തലവേദനയാൽ കഷ്ടത അനുഭവിക്കുന്ന നാളുകളേറെയായ 4 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനെ വെളിപ്പെടുത്തുന്നു. വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് അതിൽ 7 പേർക്ക് കർത്താവ് ജോലി നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. കുറെ കുടുംബങ്ങളിൽ നിരന്തരമായ കലഹവും വഴക്ക്, ദമ്പതി തമ്മിൽ സ്വരച്ചേർച്ചില്ലാത്ത അവസ്ഥകൾ എടുത്തു നീക്കി കുടുംബങ്ങൾക്ക് സമാധാനം നൽകി കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിലെ ഒരു മുഴ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് Thank you, Jesus. Hallelujah, hallelujah, hallelujah. ഹല്ലേലൂയ. ഒരു ലോണിന് വേണ്ടി നിരന്തരമായിട്ട് ബാങ്ക് കയറി മനസ്സ് മടുത്തിരിക്കുന്ന വ്യക്തിക്ക് ആ തടസ്സം എടുത്തു നീക്കി കർത്താവ് ലോണ് സാങ്ഷനാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. യേശുവേ. ബ്രെയിൻ ട്യൂമർ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരു മകനെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട് കാണുന്നു. വർഷങ്ങളായിട്ട് അലർജി മൂലം രാത്രി ഉറങ്ങാൻ പറ്റാത്ത വിധം വ്യസനിക്കുന്ന രോഗത്തിന്റെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഏതാനും മക്കളുടെ അലർജി രോഗം കർത്താവ് എടുത്തു നീക്കി രാത്രി ശാന്തമായി ഉറങ്ങാൻ കൃപ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഈശോയേ, ഈശോയേ, ഈശോയേ. വയറിലുള്ളൊരു മുഴ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. വർഷങ്ങളായിട്ട് നടുവിന് തകരാറ് മൂലം കിടപ്പിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർക്കാം. ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്നേഹപൂർവ്വം നന്ദി പറയാം. കർത്താവിൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലതുകരം എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഉയർന്നു നൽകി. ദൈവം എന്നെ തൊട്ടുകൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷയിലൂടെ അവൻ്റെ അത്ഭുതകരമായ ശക്തി എൻ്റെ ജീവിതത്തിൽ ദൈവം നിറച്ചുകൊണ്ടിരിക്കുക. ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ സ്നേഹിക്കാം. വലതുകരത്തിൽ ജീവനോടെന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ.